ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള പക്കാവടിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തുടം വെളുത്തുള്ളിയാണ് കേട്ടോ. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 4-5 പച്ചമുളകാണ്. അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കാം. ഇനി നന്നായി ഇതിൻ്റെ പച്ച മണം മാറുന്നതിന് വരെ വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 സവാള നൈസായിട്ട് തന്നെ അരിഞ്ഞിട്ടെടുക്കാം. അതും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തുകൊണ്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ വഴറ്റിയിട്ടെടുക്കാം. ഇനി നന്നായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിന് അതിൻ്റെ നെടുകെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അതിൻ്റെ ഉള്ളിലുള്ള ഈ കുഞ്ചി ഉണ്ടല്ലോ, അത് എടുത്തിട്ട് മാറ്റി കളയണം. അതിലാണ് നമ്മൾ ഫില്ലിങ് നിറക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തിട്ടെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മുറിയാണ്ടൊന്ന് ശ്രദ്ധിച്ചിട്ടെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചതുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ കുഞ്ചി ഒന്ന് പൊടിച്ചിട്ടെടുത്തിട്ട് നമ്മൾ വഴറ്റിയ ഫില്ലിങ്ങിലേക്ക് അതും കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി മറിക്കാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി മറിക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ആയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ മുട്ട ഉണ്ടല്ലോ അതിൻ്റെ കുഞ്ചിയുള്ള ആ ഒരു ഭാഗത്തേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണ് നന്നായിട്ടൊന്ന് ഈ ഫില്ലിംഗ് ഒന്ന് നിറച്ചിട്ട് കൊടുക്കാം. ഈ ഒരു മുട്ടയുടെ മേൽഭാഗം പൊതിയുന്ന രീതിയിൽ ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. വളരെ ഈസിയാണ് കേട്ടോ ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട എല്ലാം കൂടെ പൊതിയുന്ന രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. മുട്ട നടുവിൽ വെച്ചിട്ട് ബോൾസ് ആയിട്ടുള്ള രൂപത്തിൽ മുഴുവനായിട്ട് പൊതിയണമെങ്കിൽ അങ്ങനെയും പൊതിയാം. ഞാനൊരു പകുതി ഭാഗം പൊതിഞ്ഞിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കൂടെ തന്നെ 1 കപ്പ് കടലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തുകൊണ്ട്, വെള്ളം ഒട്ടും കൂടി പോവരുത് കേട്ടോ. ഈ ഒരു പരുവത്തിലാകുന്നത് വരെ നമ്മളൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. വെള്ളം അധികം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബാറ്ററിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സ്നാക്സ് ഇതുപോലെ ഒന്ന് മുക്കിയിട്ടെടുക്കാം. ഇതിലൊരു തവി വെച്ചിട്ട് ഇതിൻ്റെ മുകൾക്ക് ഈ ഒരു തവി കൊണ്ട് ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഇതൊന്ന് കോരി മാറ്റിയതിന് ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ ഈ ഒരു സ്നാക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം എല്ലാം കൂട്ടി വെച്ചിട്ട് നന്നായി എണ്ണ തിളച്ച് വരുമ്പോഴാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ 2 മിനിറ്റിന് ശേഷം മീഡിയത്തിലേക്ക് ആക്കി വയ്ക്കുക. വളരെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കേണ്ട കേട്ടോ. നമ്മൾക്ക് ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ടും ഇട്ട് കൊടുക്കുക. ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. എല്ലാം വെന്ത് കിട്ടിയതാണല്ലോ, അതുകൊണ്ട് കൂടുതലൊന്നും വേവിച്ചിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. നമ്മൾക്കിത് 4 മണി ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നോമ്പ് തുറക്ക് നമുക്ക് പലഹാരങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാനായിട്ടും നമുക്ക് ഇത് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. മൈദമാവ് വേണ്ടെന്നുണ്ടെങ്കിൽ കടലമാവിൽ മാത്രം നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. നമ്മളിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മൊരിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മളുടെ എല്ലാ സ്നാക്സും ഇവിടെ അടിപൊളിയായിട്ട് തന്നെ തയ്യാറായിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. നോമ്പ് തുറക്കൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂടെ തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം.